നമുക്ക് മലബാറിലെത്തുമ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്ന് വ്യത്യസ്തമാണ്. അത് സദ്യയിലടക്കം ഒരുപക്ഷെ നോൺ വെജ് സദ്യയൊക്കെ മലബാറിലെ പല വീടുകളിലും ഇപ്പോഴും ഉണ്ട്. അത് കണ്ണൂരിലേക്കൊക്കെ എത്തുമ്പോൾ അത് എല്ലായിടത്തും തന്നെ ആ തരത്തിലാണ് സദ്യ പോലും, ഓണസദ്യ പോലും ഉള്ളത്. ഈ ഉത്രാടപ്പാച്ചിൽ മിഠായി തെരുവിലെ കാഴ്ചകൾ എങ്ങനെയാണ്? രുചീഷ് പറഞ്ഞ പോലെ തന്നെ തീർത്തും വ്യത്യസ്തമാണ് മലബാറിലെ ഓണസദ്യ എന്ന് പറയുന്നത്. കേവലം പച്ചക്കറി കടകളിൽ, പച്ചക്കറി മാർക്കറ്റിൽ മാത്രമല്ല തിരക്കുള്ളത്, ഈ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്ന കടകളിലും നല്ല തിരക്ക് തന്നെയാണ്. കാരണം നോൺ വെജിറ്റേറിയൻ സദ്യയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉള്ളതാണ്. രാവിലെയൊക്കെ തന്നെ ഇത്ര അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉത്രാടപ്പാച്ചിൽ വൈകിട്ടോട് അടുക്കുന്ന സമയത്ത് മിഠായി തെരുവിൽ കാല് കുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഘോഷങ്ങൾ ഏത് തന്നെയായാലും കോഴിക്കോട് മിഠായി തെരുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ആഘോഷവും പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്കില്ല. കോഴിക്കോട്ടുകാർ മാത്രമല്ല, തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ആളുകളോട് നമുക്ക് ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളിയാട്ടെ, അടിപൊളി അടിപൊളി അടിപൊളി. തുടങ്ങി ആ അതെ രസം. വില മീഡിയം, കുഴപ്പമില്ല. രുചീഷ്, നമ്മുടെ മിഠായി തെരുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിരവധി വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ പോലും ആളുകൾ മിഠായി തെരുവിനെ കൈവിടുന്നില്ല എന്നുള്ളതാണ്. ഒരു വെർച്വൽ ഷോപ്പിങ്ങിന് നൽകാൻ പറ്റാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് മിഠായി തെരുവ് ഉണ്ടാവുക. ചേട്ടാ എങ്ങനെയുണ്ട് ഓണം ഇവിടെ വരെ? അടിപൊളി, ഓണം അടിപൊളിയല്ലേ, സെറ്റ്. സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ എന്നാണോ? ഡ്രസ്സൊക്കെ എടുത്തോ? ഓണത്തിന് ഡ്രസ്സൊക്കെ ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. വലിയ തിരക്കാണ്, വലിയ തിരക്ക് തന്നെയാണ് മിഠായി തെരുവിലുള്ളത്. ആളുകളൊക്കെ തന്നെ രാവിലെയൊക്കെ തരത്തിൽ ഒരു 9:30 കൂടി മിഠായി തെരുവ് സജീവമാവുകയായിരുന്നു. നേരിയ തോതിലുള്ള മഴ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ. അത് വ്യാപാരികൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മഴ വ്യാപാരത്തെ ബാധിക്കുമോ എന്നൊക്കെ. അത്തം മുതൽ തന്നെ നല്ല തിരക്കുണ്ട് മിഠായി തെരുവിൽ. ചേട്ടാ ഓണം ഇവിടം വരെ എങ്ങനെയുണ്ട്? ഓണം സാധാരണ പോലെ തന്നെ, അല്ലാതെ എന്താണ്? ഡ്രസ്സൊക്കെ എടുത്തോ? ആ ഡ്രസ്സൊക്കെ നേരത്തെ എടുത്തു. വലിയ തിരക്കാണ്, സാധനങ്ങളൊക്കെ കിട്ടുമല്ല വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വ്യക്തി ഒരു ഗഡുവായിട്ടല്ല, പല ഗഡുക്കളായിട്ടാണ് എടുത്തത്. എല്ലാം ആയി. അപ്പൊ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ? ഓണസദ്യ നാളെയല്ലേ, അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. നാളെ സദ്യ നടത്തും. എങ്ങനെയാ, നോൺ വെജിറ്റേറിയൻ സദ്യ ആണോ? വെജിറ്റേറിയൻ ആണ്. പ്യൂർ വെജിറ്റേറിയൻ സദ്യ. പ്യൂർ വെജിറ്റേറിയൻ. നമ്മുടെ മലബാറുകാർ പൊതുവെ നോൺ വെജിറ്റേറിയൻ സദ്യ. പക്ഷെ ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻ ആണ് ഓണത്തിന്. പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഇത്തരത്തിൽ എല്ലാവരും ഹാപ്പി ആണോ? എല്ലാവരും ഇത്തരത്തിൽ പ്യൂർ വെജിറ്റേറിയൻ ഓണസദ്യ ഒരുക്കുന്ന ആളുകളുമുണ്ട്. കുറച്ച് ചേച്ചിമാരുണ്ട്, അവരോട് ചോദിക്കാം. ചേച്ചിമാരെ എവിടെ വരാമോ? നല്ല സൂപ്പറാണ്. എല്ലാവരും നല്ല കേരളീയ. എവിടെ പോയി വരാ? നമ്മളെ കോഴിക്കോടുള്ളവർ ഡ്രസ്സൊക്കെ വാങ്ങി ഓണത്തിന്? ഓ വാങ്ങിച്ചു. ഈ സദ്യ വട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ? നല്ല ഇങ്ങനെ പോകുന്നു ഓണങ്ങള് സദ്യ എല്ലായിട്ട് എല്ലാം തയ്യാറാക്കണം. രുചീഷ് നേരത്തെ പറഞ്ഞ പോലെ ഈ മിഠായി തെരുവിൽ വലിയ തിരക്കാണ്. ഈ തിക്കിനും തിരക്കിനും ഇടയിലൂടെ ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യാന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കുറേ ആളുകൾ ഇത്തരത്തിൽ സാധാരണ നിലയിൽ കോഴിക്കോട് മിഠായി തെരുവിൽ ഇത് ഞായറാഴ്ച സൺഡേ മാർക്കറ്റിൽ കാണാം. ഇതിന് സമാനമായൊരു തിരക്ക്. എന്തായാലും ഓണമാകുമ്പോൾ അത് ഓരോ ദിവസവും ഞായറാഴ്ച പോലെ തന്നെയാണ് അവിടെ കാണാനാകുന്നത്. അത്രമാത്രം വലിയ തിരക്ക് മിഠായി തെരുവിൽ കാണുന്നു. എന്തായാലും ഉത്രാടപ്പാച്ചിലെ ഒരു ആവേശം നമുക്ക് മിഠായി തെരുവിലും കാണാനാകുന്നുണ്ട്.